ജോസഫ് സി മാത്യു കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജോസഫ് സി മാത്യു, ഈ എക്സാലോജിക്കിനോട് എന്താണ് വ്യവസ്ഥ, എന്താണ് കരാറ് എന്ന് ROC അന്വേഷിക്കുന്നു. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നൽകാൻ എക്സാലോജിക്കിന് കഴിയുന്നില്ല, അഥവാ അതിന് അവർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഈ കരാർ ഡ്യൂബിയസ് ആണ് എന്ന് ROC പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ CBI എൻക്വയറി ആകാം, EDക്ക് എൻട്രി ചെയ്യാം എന്നൊക്കെ പറയുന്നു. നേരത്തെ രാഷ്ട്രീയമായ പ്രതികരണങ്ങളിൽ CPM പറഞ്ഞുകൊണ്ടിരുന്നത് എക്സാലോജിക്കിൻ്റെ ഒരു വിശദീകരണം എവിടെയും തേടിയിട്ടില്ല, അതുകൊണ്ടൊരു മാപ്പുസാക്ഷി സ്വഭാവത്തിലാണ് പിന്നെ വീണയെയും വീണയുടെ കമ്പനിയെയും അവർ അവതരിപ്പിച്ചിരുന്നത്. ഇനിയിപ്പോൾ അവർക്ക് ആ ഒരു വാദം മുന്നോട്ട് വയ്ക്കാൻ പറ്റുമോ? കാരണം വെച്ചാൽ ഇപ്പോൾ ROC പറയുന്നത് ചില വിശദാംശങ്ങൾ ആരാഞ്ഞിരുന്നു, അവർക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയമായിട്ട് ആ ഒരു പൊള്ളയായ വാദം പൊളിഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയിലുള്ള ഒരു ഇമ്പാക്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് 3 അംഗ സമിതിയെ വെച്ച് കമ്പനി നിയമത്തിന്റെ സെക്ഷൻ 210 പ്രകാരം ഉള്ള അന്വേഷണം ഇനീഷ്യേറ്റ് ചെയ്ത ഉത്തരവ് നമ്മൾ കണ്ടു. ആ ഉത്തരവിലെ തന്നെ ഒരു പാരഗ്രാഫ്, 2ാമത്തെ ആണെന്ന് എനിക്ക് തോന്നുന്നു, പറയുന്നത് എക്സാലോജിക്ക് കർണാടകത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി ആയതുകൊണ്ട് അവിടുത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ സെക്ഷൻ 206 4ാം ഉപവകുപ്പ് പ്രകാരം 210ാം ക്ലോസ് പ്രകാരമുള്ള മേജർ അന്വേഷണത്തിന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ്. 206 4 എന്ന് പറഞ്ഞാൽ അത് ഫ്രോഡുലന്റ് കമ്പനീസിന്റെ ഗണത്തിൽ പെടുത്തി കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്ന റിപ്പോർട്ടാണ്. അത് നമ്മൾ കമ്പനി നിയമം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എക്സാലോജിക്കിനോട് ഈ CMRLന്റെ ഈ ഇടപാടുകൾ സംബന്ധിച്ച് നിയമപരമായി ചോദിച്ചു. ഒന്നിലധികം തവണ ചോദിച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയുള്ളൂ. അങ്ങനെ ചോദിച്ചു, അവർക്ക് പറയാനുള്ള അവസരം നൽകി. പക്ഷെ എക്സാലോജിക്കിന് ഒന്നും പറയാനില്ല, ഒരു രേഖകളും ഹാജരാക്കിയില്ല എന്നുള്ളതാണല്ലോ. ശ്രീ ജോസഫ് സി മാത്യു, താങ്കൾ തന്നെ നേരത്തെ ഒരു ചർച്ചയിൽ പ്രതികരിക്കുന്ന കണ്ടു, കമ്പനി മന്ത്രാലയത്തിന്റെ റോൾ പരിമിതമാണ്. അപ്പോൾ ഈ വിവരങ്ങൾ ROC നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ കമ്പനി മന്ത്രാലയം അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഏത് ഘട്ടം വരെയാകും ഈ കമ്പനി മന്ത്രാലയത്തിന്റെ അന്വേഷണം? എനിക്ക് സ്മൃതി, ഇതിൽ നിന്ന് ഒന്നും കാര്യമായ ഒന്നും നടക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന്റെ കാരണം, ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ കമ്പനി മന്ത്രാലയത്തിന്റെ നിയമപരമായിട്ടുള്ള ജുറിസ്ഡിക്ഷൻ വളരെ പരിമിതമാണ്. രണ്ടാമത്, ഈ വിഷയം നമ്മൾ പരിശോധിച്ചാൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തന്നെ പറയുന്നത് എന്താണ്, ഇത് പൊളിറ്റിക്കൽ കറപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ മകളായതുകൊണ്ട് ആ രാഷ്ട്രീയ നേതാവിന് കൊടുക്കേണ്ട പണം ആ മകളുടെ കമ്പനിയുടെ അക്കൗണ്ടിൽ ഇട്ടു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കമ്പനി മന്ത്രാലയത്തിന് അന്വേഷിക്കാൻ കഴിയുക കമ്പനിയെ കുറിച്ച് മാത്രമാണ്. അപ്പൊ ഇത് എന്തിനു വേണ്ടി കൊടുത്തു, ആർക്ക് കൊടുത്തു എന്നുള്ള അന്വേഷണം, ആ വിപുലമായ അന്വേഷണത്തിന് ഒരിക്കലും ഒരു കമ്പനി മന്ത്രാലയത്തിന്റെ പരിധിയിൽ വരുന്ന ഒന്നല്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ വിഷയം സംബന്ധിച്ച് ഇതിനു മുമ്പ് ഒരു അന്വേഷണം നടന്നിരുന്നു. ആ അന്വേഷണം ഇടയ്ക്ക് വെച്ച് അട്ടിമറിക്കപ്പെട്ടതാണ്. അത് നിങ്ങൾ മുഖ്യമന്ത്രി നിയമസഭയ്ക്കുള്ളിലും പുറത്തും പറഞ്ഞ വാചകങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഇത് നേരത്തെ തന്നെ അട്ടിമറിക്കപ്പെട്ട ഒരു അന്വേഷണമാണ്. അത് പുതുതായി വീണ്ടും ആരംഭിക്കണമെങ്കിൽ കമ്പനി മന്ത്രാലയത്തിന്റെ സെക്ഷൻ 210 പ്രകാരമുള്ള അന്വേഷണത്തിൽ ഇത് കുറ്റകരമാണെന്ന് കണ്ടാൽ അവർക്ക് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ശരി. You are watching Reporter Evening Show.